രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി താഴെ എത്തിപ്പിക്കും. മമ്മി ദാ ദാസപ്പനെ തുടച്ച് വൃത്തിയാക്കി പുള്ളി ദാ പണിക്ക് ഇറങ്ങി. പുള്ളി എപ്പോഴും ആദ്യം പോവാ കിച്ചണിലേക്കാട്ടോ. ഇനിയിപ്പൊ ഇതിന് വിശന്നിട്ടാണാവോ? ഇത് നമ്മുടെ കുര്യപ്പന്റെ ടോയ്സ്. അവൻ വീട്ടിലില്ലാണ്ട് ഇതൊക്കെ കാണുന്ന ഒരു സങ്കടം തന്നെയാ. ആ സങ്കടം തീർക്കാൻ ഞാൻ 2 കുറ്റി പുട്ടടിച്ചു. പിന്നല്ല, എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടം. ചിക്കൻ കറി അല്ല, ചിക്കൻ കറി വർക്ക് കിട്ടോ. ഞാൻ ഈ അടുത്ത് 2-3 ദയാ കളക്ഷൻസ് വാങ്ങിയേ. പറയാൻ മറന്നു, നമുക്ക് ഇന്ന് 2 സ്ഥലത്ത് പോവാനുണ്ട്. ഇത് വേറെ ഒന്നല്ല, ഇതെന്റെ കടബാധ്യതയുടെ കണക്കാണ്. മമ്മിക്ക് കൊടുക്കാനുള്ള ബാക്കി പൈസയുടെ കണക്ക് എഴുതി വെച്ചത്. അങ്ങനെ പപ്പനെയും കുത്തിവലിച്ച് ഇറങ്ങാൻ നേരം മമ്മി പറയാ, അടിപൊളി ഡ്രസ്സ്, നല്ല കളർന്നൊക്കെ. ഞാൻ പിന്നെ അത് ഞാനിട്ട് എന്റെ ഭംഗിയാന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ അങ്ങ് പൊക്കിയടിച്ചു വിട്ടു. ഈ സെൽഫ് ലവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതന്നെ. അങ്ങനെ മമ്മീനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ DTDസിലേക്ക് പോയി. അമ്മുന്റെ കുറച്ച് സാധനങ്ങൾ ഗുജറാത്തിലേക്ക് പാഴ്സൽ ചെയ്യാനുണ്ടായി. ഈ കൊടുക്കൽ വാങ്ങൽ ഇപ്പൊ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇതിപ്പോ എനിക്കൊരു കുടുംബം പോലെ. ബാങ്കിൽ വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിപ്പേക്കും ഫുഡൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു കൊളാബ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമുണ്ട്, ഇടയ്ക്ക് മുടി നല്ലോണം അങ്ങ് വെട്ടാൻ തോന്നും. ഇപ്പൊ ഒന്ന് വെട്ടിയാ കൊള്ളാന്നൊക്കെ ഉണ്ട്. വഴിയെ തീരുമാനം എടുക്കാം, നമുക്കിപ്പോ നടക്കാൻ പോവാം. കഴുത്തിലും കാതിലും ഒന്നും ഇടാറില്ലേ എന്ന് തുടങ്ങി കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യത്തിന് വരെയുള്ള ഉത്തരം കണ്ടുപിടിച്ചിട്ടുള്ള ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ. അതൊക്കെ പിന്നെ സഹിക്കാം. സൗന്ദര്യം പോകുന്നു വിചാരിച്ചിട്ടാണല്ലേ പ്രസവിക്കാത്ത. ഞാൻ പിന്നെ ഐശ്വര്യയാണല്ലോ സൗന്ദര്യം പോകാൻ. അങ്ങനെ പാദരക്ഷകളൊക്കെ ഇട്ട് വടക്കോട്ട് നടന്നപ്പോഴാ ഓർത്ത് അവിടെ കപ്പലിൽ നൊവേന നടക്കാം. അത്ര ആൾക്കാർ ഒരുമിച്ച് താങ്ങാനുള്ള ശേഷി തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നേരെ തെക്കോട്ടേക്ക് ഓടി. തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിൽ കണ്ടന്റിലും സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റിംഗും കോണ്ടന്റ് ക്രിയേഷനും ഒക്കെ അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാട്ടോ. പ്രത്യേകിച്ച് എന്നെ പോലെ പല വിചാരമുള്ള ടീംസിന്. പണ്ടൊക്കെ പഠിക്കാതിരിക്കുമ്പോ പല വിചാരത്തിന് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം മമ്മിയുടെ. അപ്പൊ ശരി ട്ടോ, ബൈ.